أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 104 വചനമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. അർത്ഥം ഇപ്രകാരമാകുന്നു: അവർ വിശ്വസിക്കുകയും ദോഷബാധയെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഏറ്റവും ഉത്തമമാകുമായിരുന്നു. അവർ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഇതിൻ്റെ തഫ്സീർ പറയുകയാണ്. അള്ളാഹു പറയുന്നു, ഈ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും തഖ്വ സ്വീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് മതപരമായും ഭൗതികമായും വലിയ പുരോഗതി ലഭിക്കുമായിരുന്നു. എന്നാൽ ഞങ്ങളിൽ നിന്ന് ആർക്കും എന്തുകൊണ്ട് വെളിപാട് ലഭിച്ചില്ല, അല്ലെങ്കിൽ ഇൽഹാം ലഭിച്ചില്ല? ഇസ്മായിലിൻ്റെ മക്കളിൽ ഒരാൾക്ക് ഈ വചനമിറങ്ങാൻ എന്തവകാശമുണ്ട് എന്ന ദുശാഠ്യം കാരണമാണ് അവർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നു, അവർക്ക് തങ്ങൾക്കായി നിശ്ചയിക്കപ്പെട്ട ശിക്ഷ എന്താണെന്ന് അറിയാമായിരുന്നുവെങ്കിൽ, മുസ്ലിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമായിരുന്നുവെങ്കിൽ, ഭാവിയിൽ സാഹചര്യങ്ങൾ എങ്ങനെ മാറും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്രമാത്രം മഹത്വവും പ്രതാപവും ലഭിക്കുമെന്നും അവർക്കറിയാമായിരുന്നുവെങ്കിൽ അവർ ഓടി വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസ്യവൃത്തി ചെയ്യുമായിരുന്നു. എന്നാൽ അവർക്ക് ഭാവിയെക്കുറിച്ച് അറിവില്ല. അവർ ഭൗതിക ലോകത്തെ മാത്രം ജീവിതം കഴിച്ചു കൂട്ടുന്നവരാണ്. അതുകൊണ്ടാണ് അവർ എതിർപ്പിൻ്റെ ശബ്ദമുയർത്തിയത്. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാര്യം നോക്കുക. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു തുടങ്ങി, അദ്ദേഹം മക്കയിലെ ഒരു നേതാവായിരുന്നു, ഇപ്പോൾ നിന്ദ്യനായിരിക്കുന്നു. എന്നാൽ ഇസ്ലാമിന് മുമ്പ് 300-200 ആളുകൾ ബഹുമാനത്തോടെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിരുന്നത് ഒഴിച്ചാൽ അദ്ദേഹത്തിന് എന്ത് സ്ഥാനമാണ് ഉണ്ടായിരുന്നത്? എന്നാൽ ഇസ്ലാമിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹു അദ്ദേഹത്തിന് ഖിലാഫത്തിൻ്റെയും രാജ്യത്വത്തിൻ്റെയും അനുഗ്രഹം നൽകി. അദ്ദേഹത്തിന് ലോകമെമ്പാടും ശാശ്വതമായ ബഹുമാനവും നിലനിൽക്കുന്ന പ്രശസ്തിയും നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരാൾ മക്കയിൽ ചെന്ന് ഈ വാർത്ത അറിയിച്ചു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫയും ആ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം അന്വേഷിച്ചു, ഏത് അബൂബക്കർ? വാർത്ത കൊണ്ടുവന്ന അയാൾ പറഞ്ഞു, അബൂ ഖുഹാഫയുടെ മകൻ. അദ്ദേഹത്തിൻ്റെ പിതാവ് അതീവ ആശ്ചര്യത്തോടെ ചോദിച്ചു, ഏത് അബൂ ഖുഹാഫ? അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വീണ്ടും കലിമ ചൊല്ലി പ്രകാരം പറഞ്ഞു, ഇന്ന് എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത വെളിപ്പെട്ടിരിക്കുന്നു. താങ്കൾ സത്യസന്ധനല്ലായിരുന്നുവെങ്കിൽ അബൂബക്കറിന് ഇത്ര വലിയ ബഹുമതി ലഭിക്കാൻ എന്ത് അർഹതയാണ് ഉണ്ടായിരുന്നത്? അവർക്ക് ഇസ്ലാമിന് വേണ്ടി നൽകേണ്ടി വരുന്ന ത്യാഗങ്ങൾ ഇസ്ലാമിൽ നിന്ന് അവർക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ നിസ്സാരമാണ്. അവർക്ക് അത് അറിയാമായിരുന്നുവെങ്കിൽ, അതിൻ്റെ മൂല്യം മനസ്സിലാക്കാമായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. ഇവിടെ സൂചിപ്പിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ പേർഷ്യൻ രാജാവായ ഖുസ്രോയെ പ്രകോപിപ്പിക്കാൻ അവർ നടത്തിയ ദുഷ്ടപ്രവൃത്തികളാണ്. എന്നാൽ ഖുസ്രോ സാനിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മുൻ ഭരണാധികാരിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായ നയങ്ങളുള്ള ഒരു രാജാവ് അധികാരത്തിൽ വന്നു. അതായത് അദ്ദേഹത്തിൻ്റെ മകൻ. അദ്ദേഹം സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരായ ഇത്തരം ക്രൂരമായ പരാതികളുടെ ശൃംഖല നിലച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ എതിർക്കുന്നത് അവരുടെ പണ്ട് മുതൽക്കേയുള്ള ഒരു വിനോദമാണെന്നും ഈ എതിർപ്പ് അവരെ അള്ളാഹുവിനെ എതിർക്കുന്നതിലേക്ക് പോലും പ്രേരിപ്പിക്കുന്നുണ്ടെന്നും പറയുന്നു. അതുപോലെ 98 വാക്യത്തിൽ പറയുന്നു, ഓർക്കുക, ഈ ഗ്രന്ഥത്തോടുള്ള ശത്രുത യഥാർത്ഥത്തിൽ ഇത് അയച്ചവനോടുള്ള ശത്രുതയാണ്. അതുപോലെ 99 വാക്യത്തിൽ പറയുന്നു, അള്ളാഹുവിനോടുള്ള ശത്രുത എന്നത് മനുഷ്യ പുരോഗതിക്ക് സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന എല്ലാ ആത്മീയവും ഭൗതികവുമായ കാരണങ്ങളോടുമുള്ള ശത്രുതയാണ്. അതുകൊണ്ട് ഖുർആനെ നിഷേധിക്കുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. അങ്ങനെ കരുതരുത്. മറിച്ച് ഇത് കാരണങ്ങളെ സൃഷ്ടിക്കുന്നവനോടും സമൂഹങ്ങൾക്ക് ഉയർച്ചയും താഴ്ചയും നൽകുന്നവനോടുമുള്ള യുദ്ധമാണ്. 100 വാക്യത്തിൽ പറയുന്നു, ഖുർആൻ നിഷേധിക്കുന്നത് ഒരു കാരണമില്ലാതെയാണ്. കാരണം അതിൻ്റെ സത്യസന്ധതയ്ക്ക് ശക്തമായ തെളിവുകൾ നിലവിലുണ്ട്. അതുപോലെ 101, 102 വാക്യങ്ങൾ പറയുന്നു,
വരാനിരിക്കുന്ന ദൂതനെ വിശ്വസിക്കുമെന്ന് അവർ തങ്ങളുടെ പ്രവാചകന്മാരുമായി ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ല. 103-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുക മാത്രമല്ല, അദ്ദേഹത്തെ നശിപ്പിക്കാൻ പലതരം പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. ചില രാജാക്കന്മാരുമായി രഹസ്യ കത്തിടപാടുകൾ നടത്തുന്നതും അതിലുൾപ്പെടുന്നു. ഈ രീതിയിൽ ഈ പ്രസ്ഥാനം തകർന്നു പോകുമെന്ന് അവർ കരുതുന്നു. എന്നാൽ അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അവരുടെ ലക്ഷ്യങ്ങൾ വിജയിക്കില്ല. ഇത് തന്നെയാണ് അഫകുല്ലമാ ജാഅകും റസൂലും ബിമാ ലാ തഹ്വ അൻഫുസുകും ഇസ്തക്ബർതും എന്നതിലും പ്രസ്താവിച്ചിട്ടുള്ളത്. അതിന് സാക്ഷ്യമായി തുടർന്ന് പറയുന്നു, എതിർപ്പ് പ്രകടിപ്പിക്കണമെന്നത് അവരുടെ പണ്ട് മുതൽക്കേയുള്ള ഒരു തത്വമാണ്. അതനുസരിച്ച് ഈ റുക്കൂയിൽ അതിനൊരു ഉദാഹരണം നൽകിയിരിക്കുന്നു. അത് 3 കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് പരമോന്നത വളർച്ചയുടെ സമയമായ ബന്ധപ്പെട്ടതാണ്. അതായത് ഹസ്രത്ത് ദാവൂദ് അലൈഹിസ്ലാം, ഹസ്രത്ത് സുലൈമാൻ അലൈഹിസ്ലാം എന്നിവരുടെ കാലം. 2 മധ്യകാലം, അതായത് പ്രവാചകന്മാരായ ഹജ്ജായുടെയും സക്കരിയാവിൻ്റെയും കാലം. അവസാനത്തെ ഉദാഹരണം അവരുടെ അധപതനത്തിൻ്റെ കാലത്തെക്കുറിച്ചാണ്. അതായത് ഒരു കാലഘട്ടവും അവരുടെ എതിർപ്പില്ലാതെ കടന്നുപോയിട്ടില്ല. 104-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുകയും ഭക്തിയുടെ സ്വഭാവം സ്വീകരിക്കുകയും അള്ളാഹുവിനെ എതിർക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് വളരെ വലിയ പ്രതിഫലം നൽകുന്ന കാര്യമാണ്. ഈ ആയത്തിൻ്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.